പല കുട്ടികളോടും അല്ലെങ്കിൽ പല ആളുകളോടും എനിക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ താല്പര്യമുണ്ട്, അപ്പോൾ എന്താണ് നിങ്ങളിത് പഠിച്ചാകുന്നത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഇന്ന് സിമ്പിളായിട്ട് പറഞ്ഞു നിർത്തുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഒരു ഡെസിഗ്നേഷനിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. കുട്ടികളായാലും പേരൻസ് ആയാലും മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ല റിയാലിറ്റി. ടെക്സ്റ്റ് ബുക്കിലുള്ളത് റിയലായിട്ട് എങ്ങനെ വേണം എന്നുള്ളതാണ് കാണിക്കുക. പക്ഷെ ആക്ച്വലി നടക്കുന്നത് ഒരിക്കലും ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ ആയിരിക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കസ്റ്റമൈസേഷൻ അഗെയിൻ ഇവിടെ മെൻഷൻ ചെയ്യേണ്ടി വരും. കാര്യം ഈ പറയുന്ന എല്ലാ നോൺ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിലും നമുക്ക് ജോലി കിട്ടും. പക്ഷേ സർട്ടിഫിക്കറ്റിനൊപ്പം ഓരോ ജോലിക്കും വേണ്ട കഴിവ്, അപ്പോൾ എനിക്ക് എന്താണോ ആ കഴിവുള്ളത്, ഞാൻ ഏത് ഡിപ്പാർട്ട്മെന്റിനാണോ ആപ്റ്റ് ആവുന്നത് എന്നുള്ളത് ഓരോ കുട്ടിയും മനസ്സിലാക്കണം. ഓക്കെ, എനിക്ക് ഈ കഴിവുണ്ട്, ഞാൻ നല്ലൊരു മീഡിയേറ്റർ ആണ്, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാൻ ക്ലിയർ ചെയ്യാനുള്ള കഴിവുണ്ടോ? ഓഫ് കോഴ്സ് എനിക്ക് PR എന്ന് പറയുന്ന ഡെസിഗ്നേഷനിലോട്ട് പോകാൻ പറ്റും. ഇത് ഓരോ ആൾക്കാരും തിരിച്ചറിയണം. ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഞാനിപ്പോൾ ഒരു 4 വർഷത്തിന് മേലായി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. അതിപ്പോൾ ഫാക്കൽറ്റി ആയിട്ടായാലും അല്ലാതെ തന്നെയുള്ള അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വർക്കിലായാലും ഏകദേശം ഒരു 4 വർഷത്തോളമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. മാം ഇത്രയും നാളും വർക്ക് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ മാം എന്താണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാൻ പറ്റും? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പല കോൺസെപ്റ്റ് ആണല്ലോ. അപ്പോൾ എൻ്റെ പെർസ്പെക്റ്റീവ് അതുപോലെ തന്നെ ഇപ്പോൾ റീനുവിൻ്റെ പെർസ്പെക്റ്റീവ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ഡേ ടു ഡേ ഓപ്പറേഷൻസിനെ ആയാലും അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിനെ ആസ് എ ബിസിനസ് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ടീമാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. റീനുവിൻ്റെ പെർസ്പെക്റ്റീവിൽ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുമ്പം സൊസൈറ്റിയുടെ ഒരു മിനിയേച്ചർ ആണെന്നാണല്ലേ നമ്മൾ പറയാം. ഓരോ ചെറിയ യൂണിറ്റിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണ് ആക്ച്വലി നമ്മൾ ഹോസ്പിറ്റലിൽ കാണാം. ഹോസ്പിറ്റലിൽ നേഴ്സുണ്ട്, ഡോക്ടറുണ്ട്, അവരെയൊക്കെ നമുക്ക് നേരത്തെ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴേ നമ്മുടെ ഉള്ളിൽ വരുന്ന, നമ്മുടെ ചിന്തയിൽ വരുന്ന ആളുകളാണ് ഈ പറയുന്ന ഡോക്ടറും നേഴ്സും എല്ലാം. അതിനേക്കാൾ ഉപരി മറ്റ് ഒരു കൂട്ടം ആളുകളുണ്ട്. ഈ പറയുന്ന ഡോക്ടർ ആയാലും നേഴ്സ് ആയാലും അതല്ലെങ്കിൽ ഫാർമസി ലാബ്, ഇങ്ങനെയുള്ള കുറച്ച് പേരെ മാത്രമാണ് ആസ് എ പേഷ്യൻ്റ് നമ്മൾ ആശുപത്രിയിൽ പോകുമ്പോൾ കാണുക. നേരെ മറിച്ച് ഇവരുടെ ഈ ആക്ടിവിറ്റീസിനെ, അതായത് ഈ പറയുന്ന മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസിനെ സ്മൂത്ത് ആക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പുറമേ നിന്ന്, അതായത് മാം നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിനെ, ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ സ്മൂത്താക്കി ആശുപത്രിയുടെ നോർമൽ ഫംഗ്ഷന് യാതൊരു കുഴപ്പവും ഉണ്ടാവാത്ത രീതിയിൽ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു എക്സ്റ്റേണൽ ടീം. എക്സ്റ്റേണൽ ഇൻ ദ സെൻസ് അവർ പുറമേ നിന്നുള്ളവരല്ല, അകത്ത് തന്നെയുള്ള ഒരു എക്സ്റ്റേണൽ ടീം. ക്ലിനിക്കൽ അല്ലാതെ ക്ലിനിക്കൽ അല്ലെങ്കിൽ സപ്പോർട്ടീവ് സ്റ്റാഫ് അല്ലാതെ ഉള്ള ഒരു എക്സ്റ്റേണൽ ടീം. ആക്ച്വലി ഇന്റേണൽ തന്നെയാണ്, പക്ഷെ നമ്മൾ എക്സ്റ്റേണൽ എന്ന് പറയുന്ന ടേം അവിടെ അത്ര ആപ്റ്റ് അല്ല എങ്കിൽ കൂടിയും അതൊരു എക്സ്റ്റേണൽ, അതെ, ഹെൽത്ത് കെയറുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കുമ്പോൾ മേ ബി എക്സ്റ്റേണൽ ആണ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ പറഞ്ഞ് നോർമലൈസ് ചെയ്യുക, അതായത് ഈ ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ അവർ വരുമ്പോൾ അവർക്കെല്ലാം നോർമൽ ആയിരിക്കണം. ഇത് ഹോസ്പിറ്റലാണ്, ഇതിൽ വലിയ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അത് ചെയ്യണം ഇത് ചെയ്യണം. ഇപ്പോൾ നമ്മളൊക്കെ ഈ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഈ OP ടിക്കറ്റ് എടുക്കുക അല്ലെങ്കിൽ ഡോക്ടറെ വെയിറ്റ് ചെയ്യുക, എല്ലാവരും പറഞ്ഞുകൊണ്ട് പോകുന്ന കാര്യം എന്താണ്, ഒരു ദിവസം പോയി. തീർച്ചയായിട്ടും എൻ്റെ ഒരു ദിവസം പോക്കാണ്, ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോവുകയാണ്. അതിപ്പം ആശുപത്രി ചെറുതാണോ വലുതാണോ കോർപ്പറേറ്റ് ആണോ സാധാരണ ആണോ എന്നുള്ളത് ഒന്നുമില്ല. ആശുപത്രി ആണോ അവിടെ സമയം പോയി എന്നാണ് ആളുകളുടെ ഒരു ചിന്ത, പൊതുവെ എല്ലാവരും പറയും. സോ അങ്ങനെ പറയുന്നതിൻ്റെ ആ ഒരു തോത് കുറച്ചുകൊണ്ട് വരാനായിട്ട് തീർച്ചയായിട്ടും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഫീൽഡ് വളരെയധികം എന്താ പറയുക, അവരുടെ എഫേർട്ടും അതുപോലെ ആ പ്രോസസ്സും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഒരു 10 വർഷം മുൻപ് ഇത്രയും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് പേഴ്സണലി, എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്, അല്ലേ, തോന്നുന്നില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് നമുക്കിപ്പം ഹോസ്പിറ്റലിൽ നിന്ന് ചിന്തിക്കുമ്പം ഈ ഡോക്ടറെയും പേഷ്യൻറ്റിനെയും ഡോക്ടർ, പേഷ്യന്റ്, നേഴ്സ് എന്ന് പറയുന്ന ഒരു സ്മോൾ കാറ്റഗറീനെ മാത്രം ഓർമ്മയിലോട്ട് വരിക? കാര്യം നമ്മൾ ആയ കാലം മുതലേ കേട്ട് പഠിച്ച ആശുപത്രി എന്ന് പറഞ്ഞാൽ ഡോക്ടറും നേഴ്സും ആണ്. അതുകൊണ്ടാണ് ആ ഒരു ചിന്ത വരുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊക്കെ എൻ്റെ ഈ കരിയർ തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ആഡുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ള. പക്ഷെ അന്നത്തെ കാലത്ത് ആ പറഞ്ഞുകൊണ്ടിരുന്ന ജോലികളല്ല യഥാർത്ഥത്തിൽ ഇതിലുള്ളതെന്ന് നമ്മളൊന്ന് ഇറങ്ങി ചെന്ന് പഠിച്ചപ്പോഴാണ് നമുക്കതിൻ്റെ എന്താണ് ഏതാണെന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത്. പിന്നെ എത്രയൊക്കെ ഒരു എന്താ പറയുക, നമ്മളൊരു സ്പെസിഫൈ കാര്യങ്ങൾ പറഞ്ഞാലും പഠിച്ചാലും ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ടു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വർക്കിംഗ് പാറ്റേൺ ഉണ്ട്. അത് ഹോസ്പിറ്റൽ ടു ഹോസ്പിറ്റൽ മാം പറഞ്ഞാൽ വളരെ ശരിയാണ്, ഡിഫറെൻറ്റ് വർക്കിംഗ് പാറ്റേൺ ആണ്.
ഡേ 1 ആൻഡ് ഡേ 2 തമ്മിൽ പോലും, അതായത് സെയിം ഹോസ്പിറ്റലിലെ തിങ്കളാഴ്ച ആയിരിക്കില്ല ചൊവ്വാഴ്ച. തീർച്ചയായിട്ടും അല്ലെ, നമ്മൾ തിങ്കളാഴ്ച ഫേസ് ചെയ്യുന്ന ഇഷ്യൂ, സെയിം ഇഷ്യൂ ചൊവ്വാഴ്ച ഉണ്ടായാൽ അത് ഫേസ് ചെയ്യുന്ന ഡിഫറെന്റ് രീതിക്കായിരിക്കും. കാര്യം പേഷ്യൻസ് എന്ന് പറയുന്ന മീൻസ് എല്ലാവരും വ്യക്തികളാണ്, ഓരോ ഇൻഡിവിജ്വൽസും യൂണീക്ക് ആണ് എന്നാണ് നമ്മൾ പറയാം. ഈ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്ന ഈ വാക്ക് ആക്ച്വലി ഹോസ്പിറ്റൽ ഫീൽഡിലാണ് ഒട്ടും ഉപയോഗിക്കാത്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി നടക്കുന്നത് ഹോസ്പിറ്റലിലാണ്. മേ ബി നമുക്കറിയാം, ഇപ്പം എന്ത് കാര്യം എടുത്താലും അത് കസ്റ്റമൈസ് ചെയ്ത് തരും അല്ലേ. ഇപ്പൊ ഡ്രസ്സ് ആയാലും എന്ത് കാര്യമായാലും നമുക്കത് കസ്റ്റമൈസ് ചെയ്ത് തരും. പക്ഷെ ഇതേ കാര്യം വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ആശുപത്രി എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യ കാലഘട്ടത്തിൽ, അതായത് ഇപ്പോൾ ഒരു 10 വർഷം മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ 10 വർഷം മുമ്പ് വരെയും ഒരാൾ പോലും ഇങ്ങനത്തെ ഒരു ഫീൽഡ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇതിൽ ഇങ്ങനത്തെ അത്രയും ജോലി സാധ്യതകൾ അല്ലെങ്കിൽ ഇത്രയും ഡെസിഗ്നേഷൻസ് അവിടെ അവൈലബിൾ ആണെന്നോ ഇതിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നോ ഒന്നും അറിയില്ലായിരുന്നു. ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, ഹോസ്പിറ്റലിൽ 45% ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ അല്ലെങ്കിൽ നോൺ ക്ലിനിക്കൽ സെക്ഷനിലെ സ്റ്റാഫാണ്. അപ്പൊ അത്രയും ഒരു മേജർ ഭാഗം എന്ന് പറയുന്നതും അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ 100 സ്റ്റാഫ് ഉണ്ടെങ്കിൽ 45 പേരും അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫാണ്. പക്ഷെ ഇതില് സപ്പോർട്ട് വേണം എന്നാണ് പറയുന്നത്. അതെ, കാര്യങ്ങൾ നോർമലായിട്ട് പോകണമെങ്കിൽ ഇവരുടെ ഒരു ബാക്കപ്പ്. വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു ലേമൻ അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം പോകുന്ന റിസപ്ഷനിലായിരിക്കുമല്ലോ. അപ്പോൾ ആ റിസപ്ഷനിൽ ചെന്ന് ചീട്ടെടുക്കാൻ നേരത്ത് അവിടെ നമുക്ക് എന്തൊരു പ്രശ്നം തോന്നാത്തത്, അവിടെ സ്റ്റാഫ് ഉണ്ട്, സ്റ്റാഫ് നമുക്ക് സേവനങ്ങൾ തരുന്നു. പക്ഷെ അതിന്റെ ബാക്കിൽ അവിടെ സ്റ്റാഫ് വരുന്നതിന്റെ റീസൺ ആരാണ്? ഒരു HR ഡിപ്പാർട്ട്മെന്റ് ബാക്കിൽ ജോലി ചെയ്യുന്നതുകൊണ്ടാണ്. അവരവിടെ കറക്റ്റ് ആയിട്ട് ജോലി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാഫ് ഉണ്ടാവില്ല. ഇവിടെ സ്റ്റാഫ് ഉണ്ടായില്ലെങ്കിൽ ആ വരുന്ന പേഷ്യന്റിന് ഇഷ്യൂ ആകും ഓട്ടോമാറ്റിക് ആയിട്ട്. ഇതും ഒരു എന്താ പറയാ, എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ, ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് അവിടെ വരെ എത്തിയെന്ന് വിചാരിക്കുക. അവിടെ വരെ എത്തിയാലും ഒട്ടുമിക്ക ആൾക്കാരും എത്തിച്ചേരുന്ന കുറച്ച് ആൾക്കാരുണ്ട്, PRO, അതുപോലെ ഫ്രണ്ട് ഓഫീസ്, ഇത്തരം ആളുകളിലേക്ക് ചിലപ്പോൾ എത്തിപ്പെട്ടേക്കാം, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജർ ഇതിലേക്കൊക്കെ എത്തിപ്പെട്ടേക്കാം. പക്ഷേ ബാക്കെൻഡിലും അല്ലെങ്കിൽ ബാക്കെൻഡ് എന്ന് പറയാൻ പറ്റില്ല, മാനേജ്മെന്റിൽ ഇവരെയൊക്കെ ഇങ്ങോട്ട് എത്തിക്കുന്ന അല്ലെങ്കിൽ ഇതിന് വേണ്ടിയുള്ള എനർജി കൊടുക്കുന്ന, ഇതിന് വേണ്ടി എല്ലാ പ്രോസസ്സും ചെയ്യുന്ന കുറച്ച് എന്താ പറയുക ആളുകളുണ്ട്. ഇപ്പോൾ HR ആയാലും ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആയാലും അതുപോലെ തന്നെ ക്വാളിറ്റി മാനേജ്മെന്റ്, ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ഹോസ്പിറ്റൽ. നമ്മൾ ആ 10 വർഷത്തെ കണക്ക് പറയുമ്പം എടുത്തു പറയേണ്ട മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ്. കാര്യം ക്വാളിറ്റി ഒക്കെ ചുരുങ്ങിയ കാലം കൊണ്ട് മുൻനിരയിലോട്ട് വന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് പറയാൻ പറ്റും അല്ലേ. അതായത് ഇപ്പോ ഹോസ്പിറ്റൽ വലുതാണോ, എത്ര ബെഡ് ഉണ്ട്, ഡോക്ടർ നല്ലതാണോ എന്ന് നോക്കി ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു കാലഘട്ടം മാറി NABH ഉണ്ടോ, JC ഉണ്ടോ എന്ന് നോക്കി ഹോസ്പിറ്റലിൽ പോകുന്ന ഈ സാധാരണക്കാര് വരെ അവരുടെ അവകാശങ്ങൾ എന്താണ്, അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതെല്ലാം തിരിച്ചറിഞ്ഞ് അത് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ്. ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്ന എന്തെങ്കിലും തരത്തിലുള്ള കള്ളത്തരമാണെങ്കിൽ, നിങ്ങൾ ആ ചെയ്തത് ശരിയായില്ല, ഇതാണ് അതിന്റെ യഥാർത്ഥ ശരിയെന്ന് മുഖത്ത് നോക്കി പറയാൻ ഇന്നത്തെ ആളുകൾ ഭയങ്കര കഴിവുള്ളവരായി മാറിയിരിക്കുകയാണ്. സോ എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ ഒരു ബേസ് അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് വർദ്ധിച്ചു വരുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും അത് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളും തന്നെയാണ്. തീർച്ചയായിട്ടും അതെ. കാര്യം MHA അല്ലെങ്കിൽ MBA ഇൻ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ് മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു ഓപ്ഷനെ ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ എന്നെല്ലാം പറഞ്ഞ് ഒരു ജോലി സാധ്യതയുള്ള ഒരു കോഴ്സായിട്ട് എനിക്ക് തോന്നുന്നു MHA MBA പഠിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ജോലിക്ക് എന്താണോ വേണ്ടത് ആ ഒരു രീതിയിൽ ട്രെയിൻ ചെയ്ത് വരുന്ന കുട്ടികൾ, അവരടങ്ങുന്ന ഒരു ഫാമിലി അല്ലെങ്കിൽ അവരടങ്ങുന്ന ഒരു സമൂഹം, ഇവരൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന NABH എന്താണ്, JC എന്താണ്, എൻ്റെ അവകാശം ഇതാണ്, ഞാനിത് ചോദിച്ചു വാങ്ങണം, ഈ ഒരു രീതിയിലേക്ക് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഒത്തിരി അഡ്വർടൈസ്മെന്റ്സ് കാണാറുണ്ട് അല്ലേ. ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകൾ 6 months ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു മികച്ച ജോലി എന്നുള്ള ഒരു ഇതില് നമ്മൾ ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് കാണാറുണ്ട്. ഒന്നില്ലെങ്കിൽ വെറുതെ വഴിയെ പോകുന്ന മനുഷ്യരായാലും അത് കൊള്ളാലോ, എന്താണിത് എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഓക്കെ, ഇതിന്റെ ബാക്കിൽ, ഹോസ്പിറ്റലിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ചിന്ത എല്ലാവരുടെയും ഉള്ളിലോട്ട് കൊണ്ടുവരാനും ഈ പറയുന്ന ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിൽ അല്ലെങ്കിൽ അത്തരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനും പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. തീർച്ചയായിട്ടും. കാര്യം വേറൊന്നും കൊണ്ടല്ല, ഞാനിപ്പോ BCom, എൻ്റെ ബേസ് ഡിഗ്രി എന്ന് പറയുന്നത് BCom ആണ്. BCom പഠിച്ചാൽ എനിക്ക് ഇപ്പോഴും ഒരു അക്കൗണ്ട്സ് എന്നൊരു ടാലി ആക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ പ്രാക്ടിക്കലായിട്ടാണോ പഠിച്ചതെന്ന് ചോദിച്ചാൽ ആണ്.
പക്ഷെ ആ പ്രാക്ടിക്കലായിട്ട് പഠിച്ചതിൻ്റെ ആ ഒരു പ്രാക്ടിക്കൽ എന്ന് പറയുന്ന ആ ഒരു പെർസ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആണ്. അതേസമയം ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും, ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന ഒരു പെർട്ടിക്കുലർ കാര്യം പറയാണ്, ഇപ്പോൾ പറയണ HR വേണ്ടി ഇന്റേൺ ഫോം റെഡിയാക്കാൻ പറയാണ്, ആ കുട്ടിക്ക് പറ്റുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റും ആ കുട്ടിക്ക് പറ്റും എന്ന് തെളിയിച്ച കുട്ടികളും എൻ്റെ മുമ്പിലുണ്ട്. സോ ആ ഒരു മെത്തേഡ് ഓഫ് എന്താ പറയാ വിദ്യാഭ്യാസ രീതിയിൽ വരുന്ന വിദ്യാഭ്യാസ രീതി അത് ഇത്തരത്തിലുള്ള കോഴ്സുകൾ വന്നപ്പോൾ കുറച്ചൊന്ന് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാര്യം 3 വർഷ ഡിഗ്രി 2 വർഷ ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട്. നമ്മളിടുന്ന എഫേർട്ട്, നമ്മുടെ ടീച്ചേഴ്സ് ഇടുന്ന എഫേർട്ട് ഒക്കെ വളരെ വലുതാണ്. പക്ഷേ അതിലുപരി കാലത്തിനനുസരിച്ച് മാറാന്ന് പറയില്ലേ, ഇപ്പോൾ ടെക്നോളജി പരമായാലും ഒരുപാട് മുന്നിൽ നിൽക്കുകയാണ് നമ്മളുടെ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. ഇപ്പോൾ ഡിജിറ്റൽ ട്വിൻ അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ആളുകളും ആ രീതിയിലേക്ക് ട്രെയിൻ ചെയ്യുക അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ട്രെയിൻഡ് ആയിട്ട് വരിക എന്നുള്ളത്, അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ആക്ച്വലി ഇന്നത്തെ കാലത്ത് കുറച്ച് ചലഞ്ചിങ്ങുമാണ്, റിസ്കിയുമാണ്. കാര്യം റിസ്ക് ഇൻ ദ സെൻസ് ഇന്ന് കാണുന്ന അപ്ഡേഷൻ അല്ല നാളെ ഉണ്ടാവുന്നത്. ദിനം പ്രതി അഡ്വാൻസ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിനോടൊക്കെ കോപ്പപ്പ് ചെയ്ത് പിടിച്ചു നിൽക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് മാറുക, അപ്ഡേറ്റഡ് ആയിട്ട് മാറുക എന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ചലഞ്ചിങ്. അങ്ങനെ നോക്കുമ്പോൾ ഇത്തരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഭയങ്കര വൈഡാണ്. അത് മാത്രമല്ല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം പഠിക്കുന്നതുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ അഡ്മിനിസ്ട്രേറ്റർ ഒരിക്കലും കണ്ണ് തുറന്ന് എഴുന്നേറ്റ് ചെല്ലുമ്പോൾ ഒരാളും അഡ്മിനിസ്ട്രേറ്റർ ആവില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരുടെ ഉള്ളിൽ ഒരു മിസ്കൺസെപ്ഷൻ ആണ്, ഒരു ദിവസം അതായത് പഠിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുന്ന ഒരു ഡെസിഗ്നേഷൻ ആണ് ഈ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളത്. ആക്ച്വലി അങ്ങനെയല്ലോ, ഒത്തിരി നാളത്തെ ഹാർഡ് വർക്കിന്റെയും എഫേർട്ടിന്റെയും ഫലമായിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഡെസിഗ്നേഷൻ ആണ്. മാത്രമല്ല ഈ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിന്റെ എൻ്റയർ കാര്യങ്ങൾ നോക്കുന്ന ആളാണ്. സോ അതിന്റെ A to Z എല്ലാം അറിഞ്ഞിരിക്കണം. ആ അറിയാൻ സമയമെടുക്കും അല്ലേ. സോ സമയമെടുത്ത് എത്തിച്ചേരുന്ന ഒരു ഡെസിഗ്നേഷൻ ആണ് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പൊ പിന്നെ വേറെ എന്തൊക്കെ കോഴ്സുകളാണ്, വേറെ എന്തൊക്കെ ഡെസിഗ്നേഷൻസ് ആണ് അല്ലെങ്കിൽ വേറെ എന്തൊക്കെ ജോബ്സ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സ് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായി ചിന്തിക്കുന്ന ഒരു കാര്യം. നമ്മളിപ്പോൾ പല കുട്ടികളോടും അല്ലെങ്കിൽ പല ആളുകളോടും എനിക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ താല്പര്യമുണ്ട്, അപ്പോൾ എന്താണ് നിങ്ങളിത് പഠിച്ചാകുന്നത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഇന്ന് സിമ്പിളായിട്ട് പറഞ്ഞു നിർത്തുന്ന കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഒരു ഡെസിഗ്നേഷനിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും? ഇപ്പോൾ റീനുവിൻ്റെ പെർസ്പെക്റ്റീവിൽ ഏതൊക്കെ ഡെസിഗ്നേഷൻസിൽ വർക്ക് ചെയ്യാൻ പറ്റും? എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ആ നോൺ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ മേഖലയിലും ഒരുമാതിരിപ്പെട്ട എല്ലാ മേഖലയിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ കൂടെ ഈ സർട്ടിഫിക്കറ്റിന് പുറമെ ഓരോ ഡെസിഗ്നേഷനും ആവശ്യപ്പെടുന്ന ഒരു കാലിബർ ഉണ്ട്. ആ കാലിബറും കൂടെ നമ്മൾക്ക് വേണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് ഓഫീസ് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനകത്ത് തന്നെ പല സെക്ഷൻസ് ഉണ്ട്, ലൈക്ക് റിസപ്ഷൻ, രജിസ്ട്രേഷൻ, എൻക്വയറി, അങ്ങനെ പല സെക്ഷൻസ് ഉണ്ട്. ഇതിൽ ചില സ്ഥലങ്ങളിൽ IP ബില്ലിംഗ് ഒക്കെ ഈ പറയുന്ന ഫ്രണ്ട് ഓഫീസിന്റെ കൂടെ വരാറുള്ള ചില സ്ഥലങ്ങളുണ്ട്. അതെ, അത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ ടു ഹോസ്പിറ്റൽ ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതിന്റെ കൂടെ വരാറുണ്ട്. അപ്പൊ എക്സാമ്പിൾ ഈ ഫ്രണ്ട് ഓഫീസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ എൻക്വയറിയിൽ ഇരിക്കുന്ന ആളുകൾ എപ്പോഴും പ്ലസന്റ് ആയിരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര കൂളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കണം. ബില്ലിങ്ങിലോട്ട് വരുമ്പോൾ അവർ സ്പീഡോ ടൈപ്പിംഗ് സ്കില്ല് കൂടുതലുള്ളവരായിരിക്കണം. തെറ്റാതെ കാര്യങ്ങളെല്ലാം കൗണ്ട് ചെയ്യാൻ എൻട്രി ചെയ്യാനും അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് എടുക്കാനും കഴിവുള്ളവരായിരിക്കണം. അതുപോലെ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പബ്ലിക് റിലേഷൻസ് എടുത്താൽ ആളുകളുമായിട്ട് മീൻസ് നമുക്കറിയാം ഒരു PRO എന്ന് പറയുന്നത് ഒരു ലിങ്കിങ് പിന്നാണ് അല്ലേ, ഹോസ്പിറ്റലിന്റെയും പേഷ്യൻസിന്റെയും ഇടയിലുള്ള ഒരു ലിങ്കിങ് പിന്നാണ്. സോ അവരൊരു ലിങ്കിങ് പിന്നായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഇവർക്കും വിഷമം ഉണ്ടാവരുത്, അവർക്കും വിഷമം ഉണ്ടാവരുത്, മാനേജ്മെന്റിന് സന്തോഷിക്കണം. ചലഞ്ചിങ്, അതും കഴിവ് വേണം. സോ ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന എല്ലാ നോൺ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളിലും നമുക്ക് ജോലി കിട്ടും. പക്ഷെ സർട്ടിഫിക്കറ്റിനൊപ്പം ഓരോ ജോലിക്കും വേണ്ട കഴിവ്, അപ്പൊ എനിക്ക് എന്താണോ ആ കഴിവുള്ളത്, ഞാൻ ഏത് ഡിപ്പാർട്ട്മെന്റിനാണോ ആപ്റ്റ് ആവുന്നത് എന്നുള്ളത് ഓരോ കുട്ടിയും മനസ്സിലാക്കണം. ഓക്കെ, എനിക്ക് ഈ കഴിവുണ്ട്, ഞാൻ നല്ലൊരു മീഡിയേറ്റർ ആണ്, അല്ലെങ്കിൽ എനിക്ക് പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാൻ ക്ലിയർ ചെയ്യാനുള്ള കഴിവുണ്ടോ, ഓഫ് കോഴ്സ് എനിക്ക് PRO എന്ന് പറയുന്ന ഡെസിഗ്നേഷനിലോട്ട് പോകാൻ പറ്റും. ഇത് ഓരോ ആൾക്കാരും തിരിച്ചറിയണം. ആ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം അവർ ഈ പഠിക്കേണ്ട കാര്യങ്ങൾ. അതായത് എനിക്കിത് പറ്റുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരാള് എങ്ങനെ നാളെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇത് പേഷ്യന്റിന് പറ്റുമോ അല്ലെങ്കിൽ ഇതായിരിക്കുമോ ആ ഡെസിഷൻ, കറക്റ്റ് ഒരു ഡെസിഷൻ എടുക്കാനായിട്ട് തീർച്ചയായിട്ടും അയാളെ കൊണ്ട് പറ്റില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ
കൊടുക്കുന്നത് വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ആയിരിക്കണം. അത് എല്ലായിടത്തും പോസിബിൾ ആയിരിക്കണം. ചുമ്മാ ഒരു കോഴ്സ് എന്നതിലുപരി ആ ഒരു വാല്യൂ, അതായത് ആ കുട്ടികൾ ഉണ്ടാകേണ്ട ഒരു വാല്യൂ, ആ കുട്ടികളായിരിക്കണം. നമ്മൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരു ഡോക്ടറിന് കഴിവില്ല അല്ലെങ്കിൽ ഡോക്ടർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അത് ആർക്കും അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നു. ഒരാൾക്കും അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഒരു നേഴ്സിന് ഒന്നും അറിയില്ല, അവർ ചെയ്യുന്നതെല്ലാം അബദ്ധങ്ങളാണ്, അതും ഒരാൾക്കും അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ആയിരിക്കണം ഒരു അഡ്മിൻ സ്റ്റാഫും. അവരും ചെയ്യുന്ന തെറ്റുകൾ ഒരാൾക്കും അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിലവിലത്തെ സാഹചര്യത്തിൽ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു രീതി ആകുമ്പോൾ തീർച്ചയായിട്ടും ആ തെറ്റ് പറ്റാത്ത രീതിയിലേക്ക് അവർ മോൾഡ് ചെയ്ത് കൊണ്ടുവരാന്നുള്ളതായിരിക്കണം ഈ കോഴ്സുകളുടെയൊക്കെ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട് ഓഫീസ്, പബ്ലിക് റിലേഷൻ, മെറ്റീരിയൽസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, ക്വാളിറ്റി, ഇങ്ങനെ പല ഡിപ്പാർട്ട്മെന്റിൽ എക്സിക്യൂട്ടീവ് മുതലുള്ള ഡെസിഗ്നേഷൻസിൽ വർക്ക് ചെയ്യാനായിട്ട് ഇത്തരം കോഴ്സുകൾ കുട്ടികളെ പ്രാപ്തരാക്കുന്നുണ്ട്. സോ വർക്ക് ചെയ്യാനായി പ്രാപ്തരാക്കുന്നു, ബട്ട് ദേ ഹാവ് ടു വർക്ക് അല്ലേ. ഇതിനൊപ്പം തന്നെ കുട്ടികളായാലും പേരൻസ് ആയാലും മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ല റിയാലിറ്റി. ടെക്സ്റ്റ് ബുക്കിലുള്ളത് റിയൽ ആയിട്ട് എങ്ങനെ വേണം എന്നുള്ളതാണ് കാണിക്കുക. പക്ഷെ ആക്ച്വലി നടക്കുന്നത് ഒരിക്കലും ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ ആയിരിക്കില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കസ്റ്റമൈസേഷൻ അഗൈൻ ഇവിടെ മെൻഷൻ ചെയ്യേണ്ടി വരും. കാര്യം ടെക്സ്റ്റ് ബുക്കിലുള്ള പോലെ ടെക്സ്റ്റ് ബുക്കിൽ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും അച്ചടിച്ച് വെക്കുന്നത്, അങ്ങനെ തന്നെ ആശുപത്രിയിൽ ചെന്നാൽ നടക്കണം എന്നുള്ളത് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. സോ ഓരോ ദിവസവും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് അവിടെ നിന്ന് കിട്ടുക. അപ്പോൾ ഓരോ ദിവസവും മാറി മാറി വരുന്ന ആ സാഹചര്യങ്ങളുമായിട്ട് ഒത്തുപോരാനുള്ളൊരു പ്രസൻസ് ഓഫ് മൈൻഡും ഒരു മനക്കെട്ടിയും ഈ പറയുന്ന കുട്ടികൾക്ക് ഉണ്ടാവണം. തീർച്ചയായിട്ടും വേണം. പ്രസൻസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ മനക്കെട്ടി എന്നതിലുപരി ഒരു കോമൺ സെൻസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. അതായത് എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കോമൺ സെൻസ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒട്ടുമിക്ക ആളുകൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിറങ്ങുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ആ ഒരു സെൻസ് ഉണ്ടെന്ന് ഞാൻ കണ്ടുകൊടുത്തോളം ഇപ്പൊ പല കുട്ടികളും നമ്മളുടെ മുന്നിൽ കൂടെ ഈ ഒരു കോഴ്സൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് പലവരിലും ആ ഒരു ക്വാളിറ്റി ശരിക്കും കാണാനായി. പണ്ട് കാലത്തേക്കാളും കുട്ടികളായാലും ഒത്തിരി അഡ്വാൻസ്ഡ്, മേ ബി പറയുന്ന ടെക്നോളജിയോടുള്ള അവരുടെ ഒരു കമ്പം കൊണ്ടായിരിക്കും അവർ കുറേ കൂടെ ഒക്കെ അഡ്വാൻസ്ഡ് ആണ്. അവർക്ക് അറിയാം എന്താണ് റിയാലിറ്റി എന്നുള്ളത്, അവർക്ക് അറിയാം. നമ്മൾ എത്രയൊക്കെ എങ്ങനെയല്ല എന്ന് പറഞ്ഞാലും ഇത് എന്താണ് റിയാലിറ്റി എന്നുള്ളത് അവർക്കറിയാം. അപ്പൊ അവരത് ഇനിയിപ്പോ ഇൻ കേസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്നത്തെ കുട്ടികൾ അത് ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആ ഒരു റിയാലിറ്റി എന്താണെന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ അവർക്കതൊരു അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കമ്പാരിറ്റീവ്ലി ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറവാണ്. സോ ഐ തിങ്ക് ഇത്തരം കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള സിലബസുകൾക്കായിരിക്കണം. അതായത് വെറുതെ നമ്മൾ ചെന്നൊരു കോഴ്സ് ചെയ്യുന്നതിലുപരി നമുക്കൊന്ന് എൻഷുർ ചെയ്യാൻ പറ്റണം, ഓക്കെ ഇത് ഓക്കെ ആണ്, അല്ലെങ്കിൽ ഇത് ബെറ്റർ ആണ്, ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എൻ്റെ കുറച്ച് കോമൺ സെൻസും കൂടി ഉണ്ടെങ്കിൽ ഐ ക്യാൻ അച്ചീവ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സിലബസിലൂടെ ആയിരിക്കണം ഈ ഒരു കോഴ്സ് കടന്നു പോകേണ്ടത്. എനിക്ക് തോന്നുന്നു അത് 100% നമ്മൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ എല്ലാം ഇലക്ട്രോണിക്കലി കൺവേർട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. മെഡിക്കൽ റെക്കോർഡ്സ് ആയാലും എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റൽസ് ഒക്കെ പേപ്പർലെസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ കുട്ടികൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മറ്റൊരു മേഖല എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ HMSന്റെ ഏരിയ ആണ്, വിച്ച് മീൻസ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അവരുടേതായിട്ടുള്ള മൊഡ്യൂൾസ് ക്രിയേറ്റ് ചെയ്ത് അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം A to Z ഈ പറയുന്ന സോഫ്റ്റ്വെയർ ത്രൂ ആണ് നടത്തുന്നത്. സോ ആ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ബേസിക്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക എന്ന് പറയുന്നതും ഇന്നത്തെ കാലത്ത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ നമ്മൾ ആ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിൻ്റെ ഒപ്പം ഈ പറയുന്ന ഒരു HMS ട്രെയിനിങ്ങും കൂടെ വലിയ ഡീപ്പായിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും അതിൻ്റെ ഒരു ബേസിക് എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ബേസിക്സ് നമുക്ക് എല്ലാവർക്കും കസ്റ്റമൈസ്ഡ് ആണല്ലേ, അതുകൊണ്ട് തന്നെ ബേസിക്സ് ആണ് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ കിട്ടുന്നത് കൊണ്ട്, അതായത് നമ്മൾ ഈ ഒരു കോഴ്സ് എടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നു, അപ്പോൾ അതുകൊണ്ട് ഇവരെ നമ്മൾ നാളത്തെ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന അസറ്റുകളായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻപുട്ടായിട്ട് ഹ്യൂമൻ റിസോഴ്സ് ആയിട്ട് അവരെ നമ്മളത് പുറത്തേക്ക് വിടുക എന്നുള്ളതായിരിക്കണം ഇത്തരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെയും ഒരു വിഷൻ അല്ലെങ്കിൽ അവർ ഏറ്റെടുക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത്. അത് വേറെ ഒന്നുകൊണ്ടല്ല, നമ്മൾക്ക് തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിൻ സ്റ്റാഫ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ക്വാളിറ്റിയുടെ പ്രിസിഷൻ അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ കെയറിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം നമുക്ക് ഒരു കിട്ടില്ല. തീർച്ചയായിട്ടും അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഈ പറയുന്ന എല്ലാം കൂടി, അതായത് ഈ ക്ലിനിക്കൽ സപ്പോർട്ടീവ് ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഔട്ട്പുട്ട്
അത് നമ്മൾക്ക് കിട്ടുള്ളൂ. അല്ലാതെ ഒരിക്കലും ഒരാൾ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് മാത്രം ശ്രമിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല, ഒരിക്കലും അല്ല. മേ ബി ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് മുന്നിൽ കണ്ടിട്ടായിരിക്കണം ഇപ്പൊ ഹോസ്പിറ്റൽസ് ആയാലും ഇത്തരത്തിൽ എല്ലാ മേഖലയിലും മീൻസ് എല്ലാ നോൺ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളും കുറേം കൂടെ ഫോക്കസ് കൊടുത്ത് പണ്ട് എത്രത്തോളം ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളെ കെയർ ചെയ്തിരുന്നു, ഒന്നെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുകളിൽ ഇന്ന് നോൺ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ മാനേജ്മെന്റ് കെയർ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. റീനൂര് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്, അതായത് നമ്മൾ ഈ കഷ്ടപ്പെട്ട് 2 വർഷമൊക്കെ പഠിച്ചു, നമുക്ക് ഇതുപോലത്തെ കോഴ്സുകൾ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തിനാണോ ഞാൻ ഈ 2 വർഷം പഠിച്ചത് തോന്നിയിട്ടുണ്ടോ? ശരിയാണ്, നമ്മൾ അറിഞ്ഞിരുന്നില്ല അന്ന് ആ ഒരു കാര്യത്തെ കാലഘട്ടം. കാരണം നമുക്ക് അറിയില്ലായിരുന്നു that we have to do this എന്ന രീതിയിൽ നമ്മളത് ചെയ്തു. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ഇതാണ്, സോ നമ്മളത് ചെയ്തു. അല്ലാതെ ഇങ്ങനെ ഒരു ഓപ്ഷൻ അന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ മേ ബി നമുക്കറിയില്ല അന്നത്തെ ചിന്താഗതി എങ്ങനെയാണെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ മേ ബി ചിന്തിച്ചേനെ. കാര്യം എല്ലാവരും ഇപ്പോൾ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റന്റ് ലൈഫ് ഭയങ്കര ബിസിയാണല്ലേ, ബിസിയാണ് ആർക്കും വേണ്ടിയിട്ട്. മീൻസ് നമുക്കറിയാം ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നൺ എന്നാണ്, പക്ഷെ എന്താ പറയുക ഓരോ സെക്കൻഡും ഭയങ്കര നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റുമോ അത്രയും വേഗത്തിൽ ചെയ്യണം എന്നാണ്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇത്തരത്തിലുള്ള 6 months കോഴ്സുകൾ. 1 year ഡിപ്ലോമ കോഴ്സ് എന്ന് പറയുന്നത് ബെസ്റ്റ് ഓപ്ഷനാണ്. കാര്യം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ടൊരു ജോലി വേണം, അല്ലെങ്കിൽ എൻ്റെ കരിയർ ഞാൻ നല്ല രീതിയിൽ സേഫ് ആക്കണം, പക്ഷെ എനിക്ക് അധികം ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും നല്ല ചോയ്സ്. അതിനോടൊപ്പം നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യമാണ് ഇത്രയും കരിയർ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന വേറെ ഒരു ഫീൽഡും ഇല്ല. ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു ഫീൽഡില്ല. പ്രൊവൈഡ് ചെയ്യുന്ന എന്നുള്ളതിനെക്കാട്ടിലും ഇത് കൺസിസ്റ്റന്റുമാണ്, പോകില്ല, ജോലി പോകില്ല, അതിനുള്ള സാധ്യത കുറയും. വന്നപ്പോ പല സ്ഥാപനങ്ങളും ക്ലോസ് ചെയ്തല്ലേ, പല സ്ഥാപനങ്ങളും അടച്ചുപോയി. അതായത് ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽസ് ആയാലും, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഹോട്ടൽസ്, ബേക്കറീസ്, അല്ലെങ്കിൽ ആ ഒരു ഫുഡ് ഇൻഡസ്ട്രി എന്ത് വന്നാലും അത് പാർഷ്യലി എങ്കിലും ക്ലോസ് ചെയ്യപ്പെട്ടു. പക്ഷെ ഏതെങ്കിലും ഹോസ്പിറ്റൽ അങ്ങനെ ക്ലോസ് ചെയ്യപ്പെട്ടതായിട്ട് ഞാൻ നിലവിൽ ഒരു ഹോസ്പിറ്റൽ എംപ്ലോയിയുടെയും ജോലിക്കും പ്രശ്നം പറ്റിയിട്ടില്ല. എപ്പോഴും നമ്മൾ കുട്ടികളുടെ അടുത്ത് സംസാരിക്കുമ്പോഴായാലും എന്തുകൊണ്ട് ഈ കോഴ്സ് ചൂസ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അവരും പറയുന്ന ഒരു റീസൺ ഇതാണ്, ജോലിക്ക് പ്രശ്നം ഉണ്ടാവത്തില്ല. വിചാരിക്കുന്നുണ്ടോ ഇപ്പോ നമ്മളുടെ ഈ ഒരു സമൂഹത്തില് രോഗിയില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നു? ഉണ്ടാകാതിരിക്കലോ, അങ്ങനെയല്ല, അങ്ങനെ ഒരു രോഗികൾ ഉണ്ടാവരുത്. അങ്ങനെയല്ല, സോ എന്തായാലും അങ്ങനൊരു സിറ്റുവേഷൻ ഒന്നും നമുക്ക് ഈ അടുത്ത കാലത്തൊന്നും ഒരു കാരണവശാലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാര്യം എന്താ പറയുക, ലൈഫ് സ്റ്റൈൽ മാറുന്നതിനനുസരിച്ചിട്ട് ഇപ്പം നമ്മൾ പറയുമ്പോൾ നമ്മൾ പണ്ടുണ്ടാകുന്ന പനി ചുമ പോലത്തെ അസുഖങ്ങളെക്കാളും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ് ഇന്നത്തെ കൂടുതലായി വരിക. അപ്പോൾ എന്താ പറയുക, ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. സോ എന്തായാലും മാം പറഞ്ഞതുപോലെ അസുഖങ്ങളില്ലാത്തൊരവസ്ഥ, എപ്പോഴും ഞാൻ പറയാണ് അസുഖങ്ങളില്ലാത്ത അവസ്ഥ ഉണ്ടാവണം, പക്ഷെ അതിനുള്ളൊരു സാധ്യത ഭയങ്കര വിദൂരമാണ്. എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലത്ത് എങ്ങനെ നടക്കും എന്നുള്ളത്. രോഗികളുണ്ടായാൽ തീർച്ചയായിട്ടും എന്താ പറയുക, അല്ലെങ്കിൽ രോഗങ്ങളുണ്ടായാൽ തീർച്ചയായിട്ടും രോഗികളുണ്ടായിട്ട് തീർച്ചയായിട്ടും ഡോക്ടേഴ്സും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ സർവീസസ് ഉണ്ടാകും. എത്ര കാലത്തോളം ഈ ഹോസ്പിറ്റലിൽ നിലനിൽപ്പുണ്ടോ അത്രയും കാലത്തോളം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നിലനിൽപ്പുണ്ട്. സോ ഒരു സ്ഥിരത അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. വേറെ ഒരു ഫീൽഡിനേക്കാളും നമുക്ക് എടുത്ത് ഉറപ്പിച്ച് പറയാൻ പറ്റും കൺസിസ്റ്റന്റ് ആണ്, ഇത് ഗ്രോയിങ് ആണ് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതുപോലെ ഇതിന് നമ്മൾ ഹോസ്പിറ്റലിന്റെ ഉള്ളോട്ട് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സൊസൈറ്റിയുടെ മിനിയേച്ചർ ആണെന്ന്. നമുക്ക് എഞ്ചിനീയറെ കാണണോ, എഞ്ചിനീയർ ഉണ്ട് അവിടെ, ഡോക്ടർ വേണോ, ഡോക്ടർ ഉണ്ട്, നേഴ്സ് വേണോ, നേഴ്സ് ഉണ്ട്. ഇനി അതല്ല മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റ്, സ്റ്റോർ കീപ്പേഴ്സ്, പർച്ചേസ്, എല്ലാ ഹൗസ് കീപ്പിംഗ്, ഈവൻ ഇന്ന് വന്ന് ഹോസ്പിറ്റൽസ് ഒരു ബൊട്ടീക് സ്റ്റൈലിലോട്ട് മാറി തുടങ്ങി. ഗാർഡൻ ഒക്കെ ആയിട്ട്. പണ്ടത്തെ ഒരു ആശുപത്രി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഒരു ലോഡ്ജ് കയറുന്ന പോലെ. മീൻസ് പണ്ട് സിനിമയിലൊക്കെ കാണുന്ന ലോഡ്ജുകളൊക്കെ ഒരു അരണ്ട വെളിച്ചം, എന്തോ ഒരു സ്മെല്ല് ഒക്കെ ആയിട്ട്. ഒരു ഇൻഡസ്ട്രിയൽ വിസിറ്റിന് വേണ്ടിയിട്ട് പോയപ്പോഴാണെന്ന് തോന്നുന്നു ഒരു ഹോസ്പിറ്റൽ റൂം സെറ്റ് ചെയ്തേക്കുന്ന ഒരു വിധം, മേ ബി ഇറ്റ്സ് എ പാർട്ട് ഓഫ് മാർക്കറ്റിംഗ് ആയിരിക്കാം, പക്ഷെ ആ ഹോസ്പിറ്റൽ റൂം സെറ്റ് ചെയ്തേക്കുന്ന ഒരു വിധം കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തമാശക്കാരും നമ്മൾ പറഞ്ഞു ഒന്ന് കിടക്കാൻ തോന്നുന്നു, ഇവിടെ ഒന്ന് ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ തോന്നുന്നു, വീട് പോലെ. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു വന്നത് പറയുകയാണെങ്കിൽ ആ ഒരു
എന്താ പറയാ, നമുക്കറിയാം പണ്ട് ഹോസ്പിറ്റലിൽ കയറുമ്പോൾ ഒരു സ്മെല്ലുണ്ട്, അതെല്ലാ ഹോസ്പിറ്റലിലും യൂണീക്ക് ഒരു ഹോസ്പിറ്റൽ സ്മെല്ല് എന്നറിയപ്പെടുന്ന ഒരു ഫിനോളിന്റെ എന്തോ ഒരു സ്മെല്ല്. പക്ഷെ ഇന്ന് ഒരു ആശുപത്രിയിലും അത്തരത്തിലുള്ള ഒരു ദുർഗന്ധം എന്ന് പറയാൻ പറ്റില്ല, അത്തരം ഒരു സ്മെല്ലില്ല. മീൻസ് ഇങ്ങേറ്റം ഇതൊക്കെ ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യമാണ്, ആരും ശ്രദ്ധിക്കുന്നത് പോലും ആയിട്ടുള്ള കാര്യം കൊണ്ടുവന്നതിലാണ് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതായത് വരുന്ന ആളുകൾക്ക് ഇത് ഓക്കെയാണ്, ബെറ്റർ ആണ്, നമ്മൾക്ക് ഇവിടെ സ്റ്റേ ചെയ്താലും ഓക്കെ, ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് കഷ്ടപ്പെടേണ്ട എന്നൊരു ഫീൽ ഉണ്ടാവില്ല. പൊതുവെ ഈ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി തിരിച്ചു വരുന്നവരെ നമുക്ക് ചില കാലഘട്ടങ്ങളിൽ, അതായത് മുന്നേക്കെ കാലഘട്ടങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരിക്കും രോഗം മാറി വരുന്നതെന്ന് കണ്ടാൽ ശരിക്കും മനസ്സിലാവും അല്ലെ. അവരാ ഒരു വരവും ഇപ്പൊ അവരൊരു മനോഭാവമാണ് അതിനേക്കാൾ ഉപരി അത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. രോഗിയായാലും കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സ് ആയാലും അവർ കംഫർട്ടബിൾ ഒരു ഹോംലി ഫീൽ പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. അതിപ്പോ അവരുടെ എന്താ പറയാ ആർക്കിടെക്ചർ വൈസ് ആയാലും ഇപ്പൊ ലൈറ്റിങ് എങ്ങനെയൊക്കെ എടുത്താലും ഒരു ഹോംലി ഫീൽ. ആ പണ്ടത്തെ ഒരു സെറ്റപ്പിൽ നിന്ന് മാറിയിട്ട് ടെക്നോളജിക്കലിയും ആർക്കിടെക്ചർ വൈസും ഇന്ന് ഹോസ്പിറ്റൽസ് ഒരുപാട് മാറി. ഒരാളുടെ രോഗം മാറുന്നതിൽ അയാളുടെ ആ ഒരു കൊടുക്കുന്ന മെഡിസിൻ്റെ ഒപ്പം തന്നെ അയാളുടെ ഒരു മാനസിക ഒരു അവസ്ഥയ്ക്കും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ തലങ്ങളെല്ലാം നോക്കി ഓപ്പറേഷൻസ് എല്ലാം സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ അവർക്കൊരു എന്താ പറയുക നല്ല ഒരു ഹോംലി അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കുന്നു. ഇതൊക്കെ നമ്മൾ ഈ കാണുന്ന അഡ്വാൻസ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അഡ്വാൻസ്മെന്റ് തന്നെയാണ് കാര്യം. നമ്മൾ പറയും പണ്ട് കാലങ്ങളിൽ ഈ എന്താ പറയാ പള്ളികളും അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ അസോസിയേറ്റ് ചെയ്തിട്ടായിരുന്നല്ലോ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ പറയുന്നത് ഇന്ത്യയിലെ കാര്യമല്ല, മൊത്തത്തില്. അപ്പൊ പള്ളികളുടെ വരാന്തകളിലും മറ്റും ഇരുന്ന് ഏതോ ഒരാൾ മീൻസ് ഒരു കഴിവുള്ള ഒരു മനുഷ്യൻ വന്ന് എന്തോ ഒരു മരുന്ന് കൊടുത്ത് ആ അസുഖം മാറുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഈ ആളുകൾക്ക് അസുഖം വരുന്നത് ഈ വസൂരിയൊക്കെ പോലെയുള്ള അസുഖങ്ങൾ വരുന്നത് ദൈവത്തിന്റെ ശാപമാണ് അല്ലെങ്കിൽ ദൈവം ശിക്ഷിച്ചതാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് ഈ റോബോട്ടിക് ടെക്നോളജി വരെയുള്ള കാലഘട്ടത്തിലോട്ട് എത്തിയെങ്കിൽ അത് ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ്. അതൊന്നും ഒറ്റ രാത്രി കൊണ്ടോ ഒന്നും ഉണ്ടായതല്ല. ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ഈസ് ഓൾവേസ് ഗ്രോയിങ് അല്ലേ. അതിപ്പോ റീസെന്റ് ആയിട്ട് ഇപ്പോ കണ്ടൊരു ഇൻസിഡന്റ് ആണ് ടെലിമെഡിസിൻ. അതുപോലെയുള്ള കാര്യങ്ങളുടെ ആ ഒരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ വന്നേക്കുന്ന ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് തന്നെ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ടെലിമെഡിസിൻ ആവട്ടെ അല്ലെങ്കിൽ ഡിജിറ്റൽ ട്വിൻ ആവട്ടെ, അതുപോലെ തന്നെ ഒരുപാട് ഇംപ്രൂവ്മെന്റ് ഇപ്പോൾ വെർച്വലൈസ് ആയിട്ടുള്ള മെഡിക്കൽ ട്രെയിനിങ് ക്ലാസ്സസ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഫീൽഡിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. വേറൊരു കാര്യമാണ് റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഡിസീസസ് എപ്പോഴും നമ്മൾ ഡീജനറേറ്റ് ചെയ്യാനാണ് സഹായിക്കത്തുള്ളൂ. ആ ഒരു ഡീജനറേറ്റീവ് അവസ്ഥയിൽ നമ്മൾ എപ്പോഴും പറയും മുട്ടിന് തേയ്മാനമാണ്. എന്താണ് ചികിത്സ? മുട്ട് മാറ്റി വെക്കുക. ഈ മുട്ട് മാറ്റി വെച്ചാൽ ഒരു 15 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് എഗെയിൻ സർജറി വീണ്ടും ചെയ്യണം. ആ നേരത്ത് ഈ പറയുന്ന റീജനറേറ്റീവ് മെഡിസിൻ പോലെയുള്ള കോൺസെപ്റ്റുകൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ തന്നെ ബ്ലഡ് എടുത്ത് അല്ലെങ്കിൽ നമ്മുടെ തന്നെ സെല്ല് ജീനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വേഗം തന്നെ പറഞ്ഞ മാത്രയിൽ റീജനറേറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഓർഗനെ അല്ലെങ്കിൽ ടിഷ്യൂവിനെ. എങ്ങനായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ആ പൂർവ്വസ്ഥിതിയിലോട്ട് കൊണ്ടുവരികയാണ്. ഇതൊക്കെ ഉണ്ടാക്കുന്ന മാറ്റം എന്ന് പറയുന്നത് അതെ ഈ ഒരു ക്ലിനിക്കൽ സൈഡ് ഇംപ്രൂവ് ആവുന്നതിനനുസരിച്ച് തന്നെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ സൈഡിലും ആ ഒരു ഇംപ്രൂവ്മെന്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം ഇതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളായിരിക്കും ആ ഒരു ഫീൽഡിൽ കിട്ടുന്നത്. പിന്നെ ഇതിൽ പൊതുവെ നമ്മൾ ആലോചിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അതായത് ഈ ഒരു ഫീൽഡിൽ ഉണ്ടാവുന്ന ഈ പുതിയ ടെക്നോളജിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്മെൻറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, ഈ അഡ്വാൻസ്മെൻറ്റ്സും കാര്യങ്ങളുമെല്ലാം തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ ഇത് ഈ രീതിയിലാണ് പോകേണ്ടത് എന്ന് മനസ്സിലാക്കി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു അഡ്മിനിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരാളെ കൊണ്ട് മാത്രം പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതൊരു ഇൻ്റഗ്രേറ്റ് ചെയ്ത് എല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. ഉറപ്പായിട്ടും ഒരു വ്യക്തിനെ കൊണ്ടോ ഒരു ഡെസിഗ്നേഷനിൽ ഇരിക്കുന്ന ആളെ കൊണ്ടോ ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ടോ മാനേജറെ കൊണ്ടോ മാത്രം കൂട്ടിയാൽ കൂടുന്ന ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ അതിലേക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കോമൺ ആയിട്ട് വരുന്ന മറ്റൊരു ഡൗട്ടാണ്, അലോപ്പതി ഹോസ്പിറ്റലിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യാനാണോ ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലുള്ള കോഴ്സുകൾ? ഒരിക്കലും അല്ല. അലോപ്പതി എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ കോൺട്രിബ്യൂഷൻ. അത് മോശമായിട്ടോ കുറച്ച് കാണാൻ ഒന്നും അല്ല. അതെ, വൺ ഓഫ് ദ സിസ്റ്റം. നമ്മൾ കൃത്യമായിട്ട് പറയണം, വൺ ഓഫ് ദ സിസ്റ്റം ഓഫ് മെഡിസിൻസ് ആണ് ഈ പറയുന്ന അലോപ്പതി എന്ന് പറയുന്നത്. ഒരു വെസ്റ്റേൺ കോൺട്രിബ്യൂഷൻ ആണ്. ചരകന്റെ സുശ്രുതന്റെ നാടാണ് ഇന്ത്യ അല്ലേ. നമ്മൾ പക്ഷെ ഫോളോ ചെയ്യുന്നത് എന്താണ്? അലോപ്പതി മെഡിക്കേഷൻസ് ആണ്. അത് മോശമല്ല, പക്ഷെ അതിന് അതിൻ്റെതായ ഗുണം
ഗുണമുണ്ട്. തീർച്ചയായിട്ടും ഗുണങ്ങളുണ്ട്, അതുകൊണ്ടാണല്ലോ അത് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സും കൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ സിസ്റ്റം ഓഫ് മെഡിസിൻ മാത്രം കവർ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. പകരം ഒരു ആയുർവേദ ഹോസ്പിറ്റലായാലും ഒരു ഹോമിയോപ്പതി സിദ്ധ ഹോസ്പിറ്റലായാലും അവിടെയും ഈ പറയുന്ന പോലെയുള്ള അഡ്മിനിസ്ട്രേഷൻ വർക്കുകളുണ്ട്. ഇതെല്ലാം ചെയ്യാൻ പറ്റും. അതേപോലെ NABL ലബോറട്ടറീസ് അല്ലെ, ആ ലബോറട്ടറി എന്ന് വെച്ചാൽ ഇറ്റ്സ് എ മിനി ഹോസ്പിറ്റൽ ആക്ച്വലി. അവിടെ നടക്കുന്നത് ടെസ്റ്റുകൾ പോലുള്ള കാര്യങ്ങളാണെങ്കിൽ കൂടി വി കൻ കൺസിഡർ ഇറ്റ് ആസ് ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡ് വെച്ച് നോക്കുമ്പോൾ അതൊരു ചെറിയ ഹോസ്പിറ്റൽ. അതെ, ഈ പറയുന്ന ഡോക്ടർക്ക് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ലാബുകളുടെ വർക്കിംഗ് നല്ലപോലെ ആയിരിക്കണം. കാര്യം ഒരു എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ സിസ്റ്റം ആണ് നമ്മളുടെ അലോപ്പതി എന്ന് പറയുന്നത്. ഒരു 80% അലോപ്പതി ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു എവിഡൻസ് ബേസ്ഡ് മെഡിസിനൽ സിസ്റ്റം ആണ്. അപ്പൊ അതുകൊണ്ട് ഈ ലാബിന്റെ ഒക്കെ എന്തായാലും സൗകര്യങ്ങൾ നമ്മൾക്ക് എടുക്കണം. ചില ലാബുകൾ NABL അക്രഡിറ്റഡ് ആയിട്ടുള്ള ലാബുകൾ പ്രവർത്തിക്കുന്നത് ഒരു ഹോസ്പിറ്റൽ ക്ലിനിക്ക് പോലെ തന്നെയാണ്. അവിടെയും ഒരുപാട് ജോലി സാധ്യതകൾ നമുക്കുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ്, അങ്ങനെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, ഇവരെല്ലായിടത്തും എന്തുണ്ട് ഈ അഡ്മിനിസ്ട്രേഷൻ, ഈ മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മേഖലയിലും ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫിന്റെ ആവശ്യമുണ്ട്. സോ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മൾ കോഴ്സിനെ പറയുന്നതെങ്കിലും അത് ഡയറക്റ്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഈ പറയുന്ന അലോപ്പതി ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ മാത്രം കാണേണ്ട ഒരു ചുരുങ്ങി അതിന്റെ സ്കോപ്പ് അതല്ല ആക്ച്വലി. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ പറയാം. അതെ, ഹെൽത്ത് കെയർ അതാണ് ആക്ച്വലി അതിന്റെ പേര് വേണ്ടത്. ഹോസ്പിറ്റൽ ലിറ്റിൽ കൺഫ്യൂസിങ് അല്ലേ. അപ്പം അതും ഈ പറയുന്ന അലോപ്പതി ഹോസ്പിറ്റൽ അങ്ങനെയല്ല കാര്യങ്ങൾ. വാട്ട് ഈസ് ദിസ് അഡ്മിനിസ്ട്രേഷൻ? എന്താണ്? ഓപ്പറേഷൻസ് സ്മൂത്ത് ആയിട്ട് പോകണം, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നന്നായിട്ട് പോകണം. ഈ നന്നായിട്ട് എല്ലായിടത്തും പോകണമല്ലോ, അലോപ്പതി ആശുപത്രി മാത്രം പോയാൽ പോരല്ലോ, എല്ലായിടത്തും നന്നായിട്ട് പോകണം. സോ വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്. അതൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആ കോഴ്സ് നമ്മൾ എല്ലാവരും പൊതുവെ പറയുന്നുണ്ട്, പക്ഷെ അതൊരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് തന്നെയാണ്. ബിക്കോസ് ഇതിലൂടെ ആ കുട്ടികളെ എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്യാനായിട്ട് എക്യുപ്ഡ് ആവുകയാണ്. അതായത് ഇപ്പോൾ ഒരു ആയുർവേദ ഹോസ്പിറ്റലായാലും അല്ലെങ്കിൽ മറ്റേതോ ഓൾട്ടർനേറ്റീവ് സിസ്റ്റം അതിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാനായാലും, ഇപ്പോൾ ലാബുകളായാലും ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ് ആയാലും എല്ലായിടത്തും വർക്ക് ചെയ്യാനായിട്ട് അവർ കേപ്പബിൾ ആണ്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അനുയോജ്യമായത് അതെവിടെയാണോ, അനുയോജ്യമായത് എന്താണോ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എന്താണ് എന്റെ കാലിബർ എന്ന് മനസ്സിലാക്കി നമ്മൾ അത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. അതിനുവേണ്ടി നിങ്ങളെ എന്താണോ ട്രെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണോ ട്രെയിൻ ചെയ്യുന്നത് അത്ര ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുക. ഈ പറയുന്ന കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും എടുക്കേണ്ടത്. അപ്പം നമ്മൾ പറഞ്ഞു വരുമ്പം ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ബെസ്റ്റ് കരിയർ, ഒരിക്കലും അവസാനിക്കാത്ത ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബെസ്റ്റ് കരിയർ. നമ്മൾ പറഞ്ഞു ഫ്രണ്ട് ഓഫീസ്, പബ്ലിക് റിലേഷൻസ്, ക്വാളിറ്റി, HRD, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ്, മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഒരുപാട് നിരവധി ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി സാധ്യതയുള്ള വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നല്ലൊരു ഡെസിഗ്നേഷനിൽ എത്തിപ്പെടാൻ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ചുരുങ്ങിയ കാലം ഇൻ ദ സെൻസ് അവിടെ നമ്മുടെ കാലിബറും എക്സ്പീരിയൻസും എല്ലാം മാറ്റേഴ്സ് ആണ്. എങ്കിലും നല്ലൊരു ഡെസിഗ്നേഷനിൽ എത്തപ്പെടാൻ, നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരാൾ ഇതിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുടെ കരിയർ ഒരു പ്രോസ്പെരിറ്റി, തീർച്ചയായും സാറ്റിസ്ഫൈഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഒരാൾ വില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫീൽഡ്, ഇപ്പൊ എല്ലാവർക്കും ആ ഹോസ്പിറ്റൽ ഫീൽഡ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണമെന്നില്ല, അതിൽ കുറ്റമല്ല. വർക്കിംഗ് ടൈം 6:01 എന്നൊരു സമയം ഉണ്ടെങ്കിൽ ഞാനിവിടെ നിൽക്കില്ല എന്ന് പറയുന്ന ഒരാൾ ഒരിക്കലും ഒരു പറ്റില്ല. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരാളല്ല, ഒരിക്കലല്ല നമുക്ക് പറയേണ്ടത്. സോ ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു ഫീൽഡാണ് അല്ലെങ്കിൽ ഒരു വർക്കാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. മനുഷ്യജീവൻ വെച്ചിട്ടുള്ള വർക്കാണ് അവിടെ നടക്കുന്നത്. സോ നമ്മൾ അത്രയും ഡെഡിക്കേഷൻ വരുന്ന ഡിലേ ആ പേഷ്യന്റിലേക്ക് എത്തുന്ന റിസൾട്ടിൽ ഒരു ഡിലേ ക്രിയേറ്റ് ചെയ്യും. സോ ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ടും ഒരുപാട് കമ്മിറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ ഒരുപാട് ഇൻവോൾവ് ആയിട്ടും ഒരാൾ എടുക്കേണ്ട അല്ലെങ്കിൽ തിരഞ്ഞെടുക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കോഴ്സാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഒരു സക്സസ് കീ ആണ് ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഏറ്റവും ബ്യൂട്ടിഫുള്ളും ചലഞ്ചിങ്ങും അതിനോടൊപ്പം കരിയർ ഓറിയന്റഡ് കരിയർ ഡെവലപ്മെന്റ് ബിൽഡ് ചെയ്യാനും പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഹോസ്പിറ്റൽ. സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഹോസ്പിറ്റൽ. ഈ പറയുന്ന പോലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പേഷ്യൻസ്, ലിസണിങ് സ്കിൽ എന്ന് പറയുന്ന കുറച്ചധികം സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനും, അതിപ്പോൾ ഉള്ളവർക്കാണെങ്കിൽ ആ ഒരു സ്കില്ല് ഉപയോഗിച്ചിട്ട് ഉയർന്ന ഡെസിഗ്നേഷനിലോട്ട് എത്തപ്പെടാനും, അതല്ലാത്തവർക്ക് അത്തരം സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനും ഇത്തരം കോഴ്സുകളും ഇത്തരം ജോലികളും അവസരമൊരുക്കും. സോ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ടേം മാറി ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കുറച്ചുകൂടെ വൈഡർ ആയിട്ടൊരു ടേം ആണ് ആക്ച്വലി ഇതിന് കുറച്ചുകൂടെ ആപ്റ്റ് ആവുക.
സോ ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ നല്ല കമ്മിറ്റഡ് ആയിട്ട് ഇത്തരം കാര്യങ്ങളോട് ഇൻവോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ നല്ലൊരു കോഴ്സ് തിരഞ്ഞെടുക്കുക, അതിന് പറ്റുന്നൊരു സിലബസ് തിരഞ്ഞെടുക്കുക, അതിന് പറ്റുന്നൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുക, ഇതെല്ലാം വളരെ കോമൺ സെൻസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിനെല്ലാവർക്കും സാധിക്കട്ടെ അല്ലേ? താങ്ക് യു.